ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി പാൻകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതവിടെ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഒലിച്ചു കോരി മാറ്റി വെക്കാം. ശേഷം അതേ പാനിലോട്ട് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് വാട്ടിയെടുക്കാം. നല്ലൊരു മഞ്ഞ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ കോരി മാറ്റി വെക്കാം. മുഴുവനും അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കുക. മുഴുവനും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ശേഷം 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ 1 സ്പൂൺ പാൽപ്പൊടി 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചോപ്പിച്ചെടുക്കാം. നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി നല്ല നല്ല വീഡിയോ മറ്റു വരും. അതായിരിക്കും. ബൈ.